മാലേഗാവ് 1-2 സ്ഫോടനങ്ങളുണ്ടായി, ആളുകൾ മരിച്ചു. അതിലാദ്യം പിടിച്ചുകൊണ്ടുപോയ ആളുകൾ മുഴുവൻ കോടതി വെറുതെ വിട്ടു. അതിലാദ്യം പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാരെ കോടതി വെറുതെ വിട്ടു. അവർ ജയിലിനകത്ത് കിടക്കെ തന്നെ അന്വേഷണ സംഘം പറയുന്നു അവരല്ല, വേറെ ചില ആൾക്കാരാണ് പൊട്ടിച്ചത്. പ്രഖ്യാ സിംഗ് ഠാക്കൂർ, കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്നിവരെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. അവർക്ക് പിന്നീട് ജാമ്യം കിട്ടി. പ്രഖ്യാ സിംഗ് ഠാക്കൂർ പിന്നെ BJP MP ആയിട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു 5 വർഷം. അവരെയും കോടതി വെറുതെ വിട്ടു. അപ്പോൾ മാലേഗാവിൽ ആരും സ്ഫോടനം നടത്തിയില്ലേ, ആളുകളെ കൊന്നില്ലേ? ഈച്ച് ആൻഡ് എവരി ടെറർ അറ്റാക്ക് നമ്മൾ ഇന്ത്യയിൽ നടന്ന് എടുത്തു നോക്കുക, ഒരു പ്രതികളും ശിക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പം ഇനി കീഴ്ക്കോടതിയിൽ ശിക്ഷിച്ചാൽ തന്നെ അത് മേൽക്കോടതിയിൽ വന്നിട്ട് അവരെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാണ് നടത്തുന്നത്, ആർക്ക് വേണ്ടിയാണ്, ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? അതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ ഭീകരാക്രമണങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഭരണകൂടം സ്ഥിരമായി പൊളിറ്റിക്കൽ റെട്ടറിക്കായിട്ട് പറയാം അത് പാകിസ്ഥാൻ ചെയ്യുന്നതാണ്. പാകിസ്ഥാൻ ലിങ്കായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യ ഒരു ഭീകരതയുടെ ഇരയാണ്, ഇന്ത്യ എന്ന രാജ്യം. കാരണം കശ്മീരിൽ നിന്ന് ക്രോസ് ബോർഡർ ടെററിസം ഉണ്ടാകുന്നുണ്ട്. കശ്മീരിൽ തന്നെ നിരവധി അത്തരം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പെഹൽഗാം, പുൽവാമ, അങ്ങനെ പലതും കാണുന്നുണ്ട്. പക്ഷെ കശ്മീരിന് പുറത്ത് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നതാണ് പ്രശ്നം. അവിടെ നടക്കുന്ന ഈ ആക്രമണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ നിരപരാധികൾ അകത്താവുകയും അവരെ പിന്നീട് കോടതി വെറുതെ വിടുകയും ഈ കേസുകൾക്കൊന്നും തുമ്പില്ലാതാവുകയും ഇത് ചെയ്ത അവരാരാണെന്ന് അറിയാതിരിക്കുകയും ചെയ്യുക. ഇതുപോലെ തന്നെ പ്രധാനമാണ് ടെറർ മോഡ്യൂളുകൾ എന്ന് പറയുന്നത്. അതായത് ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം നമ്മൾ സ്ഥിരമായി കാണുന്ന സാധനം, പോലീസ് ബസ്റ്റ് ടെറർ മോഡ്യൂൾ ഇൻ ഈ സിറ്റീസ്. ഇങ്ങനെ ചില നഗരങ്ങളിൽ ടെറർ മോഡ്യൂളുകൾ തകർത്തു, കുറേ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഇവർ ഭാവിയിൽ ഭീകരാക്രമണം നടത്താൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇത്തരം ധാരാളം മനുഷ്യർ, 100 കണക്കിന് ആളുകൾ ഇന്ത്യൻ ജയിലിലുണ്ട്. ഭീകരന്മാരാണെന്ന് പോലീസ് പറയുന്നു. അവരെന്തെങ്കിലും ഭീകരപ്രവൃത്തി ചെയ്തില്ല, അവരതിന് ഗൂഢാലോചന നടത്തി, അവർ പ്ലാൻ ചെയ്തു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഇത്തരം കേസുകളും കോടതിയുടെ മുമ്പിൽ ഇവർ വെറുതെ വിടുകയാണ്. ഒന്നുകിൽ അവർ ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയോ അല്ലെങ്കിൽ കേസ് തന്നെ ഇല്ലാതാവുകയോ ചെയ്യുകയാണ്. അങ്ങനെ കുറേ അധികം ആളുകൾ ജയിലിലുണ്ട്. ഇപ്പോൾ ഈ ഭീകരാക്രമണം നടന്ന ഭീകരാക്രമണങ്ങളുടെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾ നിരപരാധികളാണെന്ന് പിന്നീട് കോടതി കണ്ടെത്തുന്നു 10-20 വർഷം കഴിഞ്ഞിട്ട്. അത്തരം ധാരാളം ആളുകൾ പുറത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇതുകൂടാതെ ഭാവിയിൽ ഭീകരാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കുറേ ആൾക്കാരും ജയിലിലുണ്ട്. അവരെയും കോടതി വെറുതെ വിടുന്നു.